ഉള്ളിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമോന്ന് അറിയില്ല. അങ്ങനെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് അപ്പുറം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് റിട്ടേൺ വരാനാണ് ഇപ്പൊ ഞങ്ങളെ പ്ലാന്. അത് ആനയുടെ അല്ല, അത് ആ പാമ്പില്ലേ, ഈ പാമ്പില്ലേ ഇതിന്റെ സാധനം വെട്ടിട്ടത്. ഇവിടെ നിർത്താൻ പാടുമോ? ഇവിടെ ആൾക്കാര് വണ്ടി നിർത്തിയിട്ടുണ്ട്. എന്താന്നറിയില്ല, ആനനെ കണ്ടിട്ടാണോ എന്താന്നറിയില്ല. എല്ലാരും വണ്ടി സൈഡാക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആനത് ആന ആന ഇറങ്ങാ ആനനെ കണ്ടിട്ടുണ്ട്. 2-3 ആന ഉണ്ട് കേട്ടോ. ആരും ഇറങ്ങിയിട്ടില്ലല്ലോ. ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ നിൽക്കുന്നത് വലുത്. 1, 2, 3 എണ്ണം. ഇപ്പൊ നല്ല മൃഗങ്ങള് മേയാൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഞങ്ങള് 3 ആനനെ കണ്ടു. പക്ഷെ ഇച്ചിരി ലോങ്ങുന്ന കണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഫോറസ്റ്റുകാര് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് പോവാന്നല്ലാതെ വണ്ടി പാർക്ക് ചെയ്യാനോ ഒന്നിനും സമ്മതിക്കുന്നില്ല. പുറത്തിറങ്ങാനൊന്നും ഉള്ള പെർമിഷൻ ഇല്ല. എന്തായാലും ഇനിയും കാണുന്ന പറഞ്ഞത്. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആനകൾ ഇറങ്ങുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പം നമുക്ക് അപ്പുറം പോയിട്ട് 5 മണി ടൈമില് ഇതിലൂടെ തന്നെ റിട്ടേൺ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ സാഹചര്യത്തിനനുസരിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ഈ വഴി റിട്ടേൺ വരുള്ളൂ. ഇരുടയക്കണമെങ്കിൽ എന്തായാലും 6 മണിക്ക് ശേഷം കടത്തി വിടൂല. ഇരുടയക്കണമെങ്കിൽ മിക്കവാറും ഇതിലൂടെ വരില്ല. അപ്പുറത്തെ വഴിയിലൂടെ പോകാനാണ് പ്ലാൻ. ഒരുപാട് പോത്തുകളെ മേയാൻ വിട്ടിട്ടുണ്ട്. അപ്പം മിക്കവാറും ബാക്കിലുള്ള വണ്ടിക്കാർക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അവരവിടെ നോട്ട് ചെയ്തിരുന്നു. അവരവിടെ ആനനെ കണ്ടപ്പോൾ അവിടെ ഇച്ചിരി നേരം സ്റ്റോപ്പ് ചെയ്തിട്ടിട്ട് ആണ് പോലീസുകാർ വന്നത്. കാട്ടുപോത്തല്ല, അത് മേയാൻ വിട്ടതാണ്. അതിന്
ഒരുപാട് തവണ ഇത് കൂടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ ഓക്കെ സെറ്റ് 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 സ്റ്റോപ്പ്. ഇറങ്ങിക്കഴിഞ്ഞ സീനാണ്, ഇറങ്ങണ്ട അനിച്ച് ഇറങ്ങണ്ട. ഇറങ്ങി മതി, അത് പരമാവധി സൂമാണ്. അപ്പൊ ഇതിന്റെ മുന്നൊക്കെ ഞങ്ങള് വാൾപ്പാറൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം 2 കണ്ട സ്ഥിതിക്ക് 2 3 പറയാ. പിന്നെ അങ്ങോട്ട് പോകുന്നതോറും കാണാന് 2 അങ്ങനല്ല. അതിപ്പോ 2 അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. പച്ചാളത്ത് 10 പച്ചത്തത്ത് ചത്ത് കൊത്ത് പൊക്കേറുന്നത്. മതി മതി, കയ്യിന്ന് പോയി. ആനനെ കാണുമ്പോഴുള്ള ഒരു വെപ്രാളം കൊണ്ടുണ്ടല്ലോ ഫോണൊക്കെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോസ് എങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അറിയൂല. ആന മാത്രം അല്ലേ ഇത് എന്താന്ന് പറയാ, ഈ ടൈമില് നമ്മൾ ആനനെ കാണുന്നത് ഇപ്പത്തെ കൂൾ കാലാവസ്ഥ അല്ലേ. അപ്പൊ പുല്ല് മേയാനൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരണം. മറ്റേത് എല്ലാ ആനകളും നമ്മൾ ആ ചൂട് സമയത്തൊക്കെ വരുമ്പോ ഉൾക്കാട്ടിലാവും ഉണ്ടാവുക. കല്ലൊക്കെ ഉരുണ്ട് വന്ന് എടുക്കുന്നുണ്ട്. ഇത് നോക്കിയേ, അതെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോഴല്ലേ ഇങ്ങനെ ഉരുണ്ട് കിടക്കുക. എന്താന്നറിയില്ല, ഇവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട് ഈ ഒരു ഏരിയ. അത്യാവശ്യം നല്ല പ്ലെയിൻ. ഇനി ഇത് എന്തോ ഒരു കല്ലാല എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ആണ്. ഇനി ചിലപ്പോ ഇവിടെ എന്തെങ്കിലും പ്ലാന്റ് ഒക്കെ ചെയ്യാൻ, തേയിലല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടായിരിക്കും. ചിലപ്പോ അതിനു വേണ്ടി ചെയ്തതോ. എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇപ്പൊ ഇവിടെ കാണാനിട്ടോ. നമ്മളത്രയും കാട്ടിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഈ ഒരു ഏരിയ കാണുമ്പോ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്.
അവിടുന്ന് ഇറങ്ങി ഇവിടെ എത്തി. എറണാകുളം എത്തിയപ്പോഴത്തേന് നൈറ്റായിട്ടോ. അപ്പം ഞങ്ങൾക്ക് ലുലു പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് അങ്ങനെ അതിൻ്റെ അടുത്തുള്ള സൈലബാബനിൽ എത്തിയിട്ടോ. ഭയങ്കര തിരക്കായിരുന്നു അവിടെ ഭയങ്കര ക്യൂ നിന്ന്. കുറേ ടൈം കഴിഞ്ഞപ്പോഴാട്ടോ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടിയത് കൈ കിട്ടിയത്. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അധികമൊന്നും കഴിക്കില്ല. സ്മൂച്ചോത്തെ കുനാഫ ചോക്ലേറ്റ് കഴിക്കണ പോലെ തന്നെ ഇത് ഇച്ചിരി ഓവർ സ്വീറ്റിയാണ്. പക്ഷെ നിസൽ എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റാർ സിംഗർ ശ്രേയക്കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. നിസൽ ഇപ്പോഴും എന്താണ്ടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഞങ്ങളത് വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ച് സിയാദ് ഉണ്ടായതുകൊണ്ട് സിയാദിന് മേലേക്ക് കയറാൻ പറ്റില്ല. വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാവരും ടേസ്റ്റ് നോക്കി അതിനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.